തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നേർക്കുനേർ. നിയമലംഘനത്തിന് ആലങ്കോട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനം ഇറക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് തർക്കമുണ്ടായത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, എന്താണ് പ്രകോപനത്തിന് കാരണം? പ്രവിത, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്റ്റേഷന് പുറത്ത് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്, അവർ കൂട്ടം കൂടിയിട്ടുണ്ട്. സ്റ്റേഷനകത്ത് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് പകൽ സമയത്ത് ഈ ആലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു നിയമലംഘനത്തിന് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെത്തി. ഈ സമയം സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ചില ഡിവൈഎഫ്ഐ നേതാക്കളുമായി തർക്കമുണ്ടായി. അതായത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുറത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തെറി വിളിച്ചു. അങ്ങനെയാണ് സംഘർഷ സാധ്യത ഉടലെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രകോപന കാരണം ഒരു വർഷം മുമ്പ് ഈ പ്രദേശത്ത് തന്നെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ വാഹനം ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയതും അത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാണുകയും തുടർന്ന് ഇവരെ നോക്കിയത് കണ്ട് ചോദ്യം ചെയ്യുകയും തെറി വിളിക്കുകയും ചെയ്തു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. തുടർന്ന് അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടമായി ഈ നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ CPM പ്രവർത്തകരും സംഘടിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ പുറത്തുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോരിന് വെല്ലുവിളിക്കുകയാണ്. സമാനമായി തന്നെ പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോരിന് വെല്ലുവിളിക്കുന്നു. സ്ഥലത്ത് ആറ്റിങ്ങൽ MLA OS അംബിക, അതുപോലെ ആറ്റിങ്ങൽ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ ഈ പ്രതിഷേധക്കാരുമായോ, അതായത് ഡിവൈഎഫ്ഐക്കാരുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച അവരുമായി നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമയം വരെയും ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. അതായത് ഈ പുറത്ത് വെച്ച് പ്രകോപനമുണ്ടാക്കിയ വിഷയത്തിലും നേരത്തെ ഉണ്ടായിരുന്ന ചില കേസുകളിലും ഇവർക്കെതിരെ കേസെടുക്കണം, നേരത്തെ ഉണ്ടായിരുന്ന ചില പരാതികൾ ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. സ്റ്റേഷനകത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സ്റ്റേഷന് പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോരിനുറച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണോ? എന്താണ് ഇതിലേക്ക് നയിച്ചൊരു സാഹചര്യം? പ്രവിത, അത്തരത്തിൽ സൂചനയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ അവിടേക്ക് അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് എത്തുന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത് ഈ ആലങ്കോട് വെച്ച് നിയമലംഘനത്തിന് പോലീസ് പിടികൂടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം വിട്ടു നൽകുന്നതിന് വേണ്ടിയാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രദേശത്തെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തിയത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം മുമ്പ് പ്രദേശത്ത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം നടന്നിരുന്നു. ആ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അവിടേക്ക് എത്തിയത്. അവരെ ഈ പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുറിച്ചു നോക്കി എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവരെ തെറി വിളിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. അങ്ങനെയാണ്, അതായത് ഒരു വർഷം മുമ്പ് നടന്ന സംഘർഷത്തിന്റെ ബാക്കി പത്രമാണ് സത്യത്തിൽ നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറുന്നതെന്ന് നമുക്ക് പറയാം. അതിന് കാരണമായതാകട്ടെ ഈ നിയമലംഘനം നടത്തിയ വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്റ്റേഷനിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പ്രകോപനത്തിലേക്ക് നയിച്ചത്. ആ സ്ഥലത്ത് ഇപ്പോഴും ആ സ്റ്റേഷന് മുന്നിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പോരിനുറച്ചു നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി ഉയർത്തുന്നു. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.